അമൽനാഥാണ് നിലമ്പൂരിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. വാർത്തയുടെ സമഗ്രമായ വിവരങ്ങൾ നൽകാനായി നോക്കാം നിലമ്പൂരിലെ സാഹചര്യം എന്താണെന്ന്. അമൽ, ഗുഡ് മോർണിംഗ്. ഏതായാലും അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒന്ന് ശാന്തമായല്ലേ? പക്ഷേ കണക്ക് കൂട്ടലുകൾ, കിഴിക്കലുകൾ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുന്നണികൾ. അവിടെ ഇപ്പോഴും ഒരു ആവേശത്തിന് തെല്ലും കുറവില്ല. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. നമ്മൾ ഈ സിനിമയിലൊക്കെ പറയുന്ന പോലെ കട്ട വെയിറ്റിംഗ്, ഐ ആം വെയിറ്റിംഗ് എന്ന് വിജയുടെ സിനിമയിലൊക്കെ പറയുന്നത് പോലെ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് 23-ന്റെ പുലരിക്ക് വേണ്ടിയിട്ട്. 23-ാം തീയതി എന്ത് ഫലമായിരിക്കും നിലമ്പൂർ നമ്മളോട് പറയാൻ പോകുന്നത് എന്ന കാത്തിരിപ്പിലാണ്. പോളിംഗ് ശതമാനം അവസാന പെർസെൻറ്റേജ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ടോ? ഏതായാലും കഴിഞ്ഞ തവണത്തേക്കാൾ 2% കുറവാണെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കണക്കെന്ന് പറയുന്നത് 74.35 ആണ്. അതിൽ മാറ്റമുണ്ടോ അമൽ? മനു, ഗുഡ് മോർണിംഗ്. നിലമ്പൂർ ശാന്തമായി എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. 23-ാം തീയതി കഴിഞ്ഞാലേ നിലമ്പൂർ ശാന്തമാകൂ. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉണ്ടായിരുന്ന ആവേശപ്രചരണം, അതിനുശേഷം തിരഞ്ഞെടുപ്പ്, ഇനി ആ റിസൾട്ട് എന്താണ്, ആ ഒരു ഫലം എന്നറിഞ്ഞാൽ മാത്രമേ നിലമ്പൂർ ഒന്ന് ശാന്തമായി എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കൂ. ഇപ്പോൾ ഏറ്റവും അവസാനം, അതായത് വോട്ടെടുപ്പൊക്കെ പൂർത്തിയായതിനു ശേഷം പുറത്തു വന്ന കണക്ക് 74.35% വോട്ടിംഗ് ആണ്, അല്ലെങ്കിൽ പോളിംഗ് ആണ് നടന്നത് എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ, അതായത് 2021-ലെ ആ ഒരു പോളിംഗുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറവാണ്. 76.6% 2021-ലെ തിരഞ്ഞെടുപ്പിൽ പോൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ വലിയൊരു കുറവ് നമുക്ക് പറയാനും സാധിക്കില്ല. കാരണം പൊതുവേ നമ്മൾ ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒക്കെ ഒരു ട്രെൻഡുണ്ട്. അതായത് ഒരു 5 അല്ലെങ്കിൽ 6% കുറവ് സാധാരണ ഉപതെരഞ്ഞെടുപ്പുകൾ കാണാറുണ്ട്. പക്ഷേ അത്തരത്തിലൊരു കുറവിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഒരു 2% കുറവ് മാത്രമേ ഇവിടെയുള്ളൂ. അപ്പോൾ അത് വലിയൊരു പ്രതീക്ഷ മുന്നണികൾക്ക് നൽകുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നിലവിൽ ഇപ്പോൾ ഈ കണക്കുകൂട്ടലൊക്കെയാണ് നടക്കുന്നത്. എവിടെ നിന്നൊക്കെ ഭൂരിപക്ഷം കിട്ടും, ഏതൊക്കെ പഞ്ചായത്തിലാകും ഭൂരിപക്ഷം ഉണ്ടാവുക, എത്ര ഭൂരിപക്ഷത്തിൽ ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കാൻ വേണ്ടി സാധിക്കും, അത്തരത്തിലുള്ള കണക്കുകളൊക്കെയാണ് നിലവിൽ എല്ലാ മുന്നണികളും നോക്കുന്നത്. അതിൻ്റെ ഒരു തിരക്ക് തന്നെയാണ് ഏതായാലും. അതോടൊപ്പം തന്നെ നിലവിൽ സൂചിപ്പിക്കുമ്പോൾ ഈ ഒരു പോസിറ്റീവ് വോട്ട്സ്, അത് വലിയ രീതിയിൽ ആർക്കാണ് ഉണ്ടായത് എന്നത് ഒരു കാര്യമാണ്. അതായത് ഈ ഒരു രാഷ്ട്രീയത്തിനപ്പുറം ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആർക്കാണ് എന്നുള്ളതാണ്. നിലവിൽ പ്രചരണത്തിൻ്റെയൊക്കെ ഭാഗമായി പോകുമ്പോൾ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് എം സ്വരാജിന് തന്നെയാകും അത്തരത്തിൽ രാഷ്ട്രീയത്തിനപ്പുറം ഒരു വോട്ട് കിട്ടുക എന്നുള്ളതാണ്. കാരണം ഈ രാഷ്ട്രീയ വോട്ടുകൾ മാത്രം കൊണ്ട് ഇവിടെ വിജയിക്കാൻ വേണ്ടി സാധിക്കില്ല, അതൊരു മുന്നണിക്കും സാധിക്കില്ല. അതിനപ്പുറം രാഷ്ട്രീയത്തിനപ്പുറം ഒരു വോട്ട് ലഭിക്കേണ്ടതുണ്ട്. അത് എം സ്വരാജിന് ആണ് അതിനുള്ള സാധ്യത എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പ്രത്യേകിച്ച് യുവ വോട്ടർമാരുണ്ട്, ഏകദേശം ഒരു 8000-നടുത്ത് യുവ വോട്ടർമാരുണ്ട്. അവരെയൊക്കെ സ്വാധീനിക്കാൻ എം സ്വരാജിന് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കോളേജുകളിലൊക്കെയുള്ള കുട്ടികളുടെയൊക്കെ വോട്ടുകൾ, കന്നി വോട്ടർമാർ, അവരുടെ വോട്ടുകളൊക്കെ എം സ്വരാജിലേക്ക് വന്നേക്കാം എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അത്തരത്തിലൊരു ട്രെൻഡ് നമുക്ക് പ്രചരണ സമയങ്ങളിലടക്കം തന്നെ ഈ ഒരു നിലമ്പൂർ മണ്ഡലത്തിൽ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതൊക്കെ വോട്ടായി വീണിട്ടുണ്ട് എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് LDF ക്യാമ്പുള്ളത്. അതിനാൽ തന്നെ എം സ്വരാജിന് ഒരു എഡ്ജ് ഉണ്ട് എന്ന് ഈ വോട്ടെടുപ്പിന് ശേഷം നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ 7 പഞ്ചായത്തുകൾ, ഒപ്പം തന്നെ ഒരു നഗരസഭയുമാണ് ഈ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത്. അതിൽ പോത്തുകൾ, കരുളായി, അമരമ്പലം എന്നീ 3 പഞ്ചായത്തുകളിൽ ഭൂരിപക്ഷം ഉണ്ടാകും എന്നാണ് നിലവിൽ LDFിൻ്റെ കണക്കുകൂട്ടൽ. ഒപ്പം തന്നെ നഗരസഭയിലും പൊതുവെ LDFിന് ഭൂരിപക്ഷം ഉണ്ടാകാറുണ്ട്. ഇത്തരത്തിൽ ഈ 4 കേന്ദ്രങ്ങളിൽ ഭൂരിപക്ഷം ഉണ്ടാകും. ആ ഒരു ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിജയിച്ച് കയറാൻ വേണ്ടി സാധിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് LDF ക്യാമ്പിലുള്ളത്. അതേസമയം തന്നെ ഇപ്പോൾ നമ്മൾ പ്രതികരണങ്ങളിൽ നിന്ന് കേട്ടതാണ്, UDF ഒരുമിച്ച്, അതായത് ഒരു മുന്നണിയായി തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതിൻ്റെ വലിയ പ്രതീക്ഷയുണ്ട് എന്ന് ആര്യാടൻ ഷൗക്കത്ത് പ്രതികരിച്ചിരുന്നു. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ച ചില കാര്യങ്ങളുണ്ട്. ഈ UDFിനകത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, അത് ആദ്യം PV അൻവറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പിന്നീട് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പിന്നീട് കൃത്യമായൊരു രാഷ്ട്രീയത്തിലേക്ക് കടക്കാൻ വേണ്ടി UDFിന് ഒരു ഘട്ടത്തിലും സാധിച്ചിട്ടില്ല എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എപ്പോഴും വിവാദങ്ങൾ മാത്രമാണ് ചർച്ചയാക്കിയിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ. ഒപ്പം നിരവധി, അതായത് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ പെൻഷനുമായി ബന്ധപ്പെട്ട് പെൻഷനെ കൈക്കൂലി എന്ന് ആക്ഷേപിച്ച കാര്യങ്ങൾ, അതൊക്കെ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. അതൊക്കെ UDFിന് നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട് എന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് നിലവിലുള്ളത്. പ്രത്യേകിച്ച് ഈ പെൻഷൻ വിവാദമൊക്കെ, KC വേണുഗോപാലിൻ്റെ പരാമർശം, പെൻഷൻ കൈക്കൂലിയാണെന്ന പരാമർശം, അതൊക്കെ ജനങ്ങളെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ പ്രതികരണങ്ങളൊക്കെ എടുത്ത സമയത്ത് ജനങ്ങൾ അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ തന്നെ അതൊക്കെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അത് UDFിന് നെഗറ്റീവായി വന്നിട്ടുണ്ട്. അത് UDFിൻ്റെ വോട്ട് ചോർച്ചയ്ക്ക് കാരണമാകും എന്നാണ് വിലയിരുത്തൽ. ഒപ്പം തന്നെ ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള ആ ഒരു ബന്ധം, അതായത് ഈ തിരഞ്ഞെടുപ്പ് വിജയിക്കുക എന്നതിൻ്റെ ഭാഗമായി ജമാഅത്ത് ഇസ്ലാമിയുമായി ഒരു കൂട്ടുകെട്ടുണ്ടാക്കുന്നു. പക്ഷേ അതിനെ UDF അനുകൂലികൾ പോലും അതിനെ പിന്തുണയ്ക്കുന്നില്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ട്. അതൊക്കെ ഈ ഒരു വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടോ എന്നൊക്കെ ആ റിസൾട്ട്
റിസൾട്ട് വരുമ്പോൾ മാത്രമേ കാണാൻ വേണ്ടി സാധിക്കൂ. അതോടൊപ്പം തന്നെ ചില അടിയൊഴുക്കുകളൊക്കെ നടന്നിട്ടുണ്ടാകാം എന്ന ഒരു വിലയിരുത്തലാണ്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ യു ഡി എഫ് കേന്ദ്രങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അത്തരത്തിൽ യു ഡി എഫിന് ഒരു സാധ്യത എന്ന രീതിയിലേക്ക് നിലവിൽ പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം ഈ പ്രചരണ സമയത്തുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ യു ഡി എഫിന് ഒരു നെഗറ്റീവ് ഷെയ്ഡ് ലഭിച്ചിട്ടുണ്ട്. അത് ഒരു പക്ഷേ വോട്ടിങ്ങിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ ഒരു പോസിറ്റീവ് കാര്യങ്ങളാണ് എം സ്വരാജ് എന്ന LDF സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിട്ടുള്ളത്. പൊതുവെയുള്ള വലിയ സ്വീകാര്യത അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. നമ്മളത് പ്രചരണത്തിനൊപ്പം തന്നെ കൊട്ടിക്കലാശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത് ആത്മവിശ്വാസം അവർക്കുണ്ട് താനും. കാരണം പ്രത്യേകിച്ചും ഇപ്പോൾ അമൽ പറഞ്ഞതുപോലെ യുവതലമുറ ഏകദേശം 8,000-ഓളം പുതുതലമുറ വോട്ടുകളുണ്ട് നിലമ്പൂരിൽ. അവരുടെ വോട്ട് സ്വാഭാവികമായും എങ്ങനെ വരും എന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. 8,000 എന്ന് പറയുമ്പോൾ ചെറിയ സംഖ്യയല്ല. ഇപ്പോൾ ഇന്നലെ സംസാരിച്ചപ്പോഴൊക്കെ ആളുകളൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, സ്വരാജിൻ്റെ പെരുമാറ്റ ശൈലി, വ്യക്തിത്വ ശൈലി, അതിനൊക്കെ വലിയ തോതിൽ പിന്തുണയുണ്ട്. നമുക്കറിയാം, ആരെയും അധിക്ഷേപിക്കാതെ, എന്നാൽ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു വെച്ച്, കൃത്യമായ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിച്ച്, എന്നാൽ അത് വ്യക്തിപരമല്ലാത്ത രീതിയിൽ സംസാരിക്കാനുള്ള സ്വരാജിൻ്റെ മികവ് നമ്മൾ കണ്ടതാണ്. മറുഭാഗത്ത് അത്തരത്തിൽ ഒരു അനുഭവവും ഉണ്ടായിട്ടില്ല. വ്യക്തിപരമായ അധിക്ഷേപങ്ങൾക്ക് തന്നെയായിരുന്നു മുൻഗണന നൽകിയിരുന്നത്. അതിപ്പോൾ യുവ നേതാക്കൾ മുതൽ വലിയ നേതാക്കൾ വരെ. പിന്നെ അടിയൊഴുക്കുകൾ എന്ന് പറയുമ്പോൾ അത് പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ അടിയൊഴുക്കുകൾ ഉദ്ദേശിക്കുന്നത് സ്വാഭാവികമായി നിലമ്പൂർ മണ്ഡലത്തിൽ UDF സംബന്ധിച്ചാണെങ്കിൽ അവിടെ ലീഗുമായുള്ള ബന്ധം, ആര്യാടൻ കുടുംബവും ലീഗും തമ്മിലുള്ള ബന്ധം ഒരിക്കലും സുഖകരമായിരുന്നില്ല. ഇപ്പോൾ നേതൃതലത്തിൽ കൈകൊടുക്കലും ഒക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞെങ്കിലും താഴെത്തട്ടിൽ അണികൾ അത് എത്രമാത്രം കണക്കിലെടുത്തിട്ടുണ്ട് എന്നത് അവരെ സംബന്ധിച്ച് വലിയൊരു ആശങ്കയാണ്. ആ പ്രശ്നം നിൽക്കുന്നുണ്ട്. മറ്റൊന്ന് PV അൻവറിൻ്റെ നിലപാട്. PV അൻവർ UDF വോട്ടുകൾ സമാഹരിച്ചാൽ അതുണ്ടാക്കാൻ പോകുന്ന തിരിച്ചടി ചെറുതായിരിക്കില്ല. ഇതൊക്കെ അടിയൊഴുക്കുകളുടെ ഭാഗമായിട്ട് കണക്ക് കൂട്ടേണ്ടി വരും. മനോ, തീർച്ചയായും അതിലിപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ PV അൻവർ പിടിക്കുന്ന വോട്ടുകൾ എത്രയാണ് എന്നത് വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ച് അത് UDF സംബന്ധിച്ചാണ്. അതായത് PV അൻവർ ഒരു പക്ഷേ ഒരു 12,000-ന് മുകളിലേക്ക് വോട്ടുകൾ പിടിക്കുകയാണെങ്കിൽ അത് UDF വലിയ രീതിയിൽ ബാധിക്കും. UDF വോട്ടുകളായിരിക്കും അദ്ദേഹത്തിലേക്ക് ലഭിക്കുക. അത് UDF വലിയ രീതിയിൽ ആശങ്കയിലാഴ്ത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ആദ്യഘട്ടങ്ങളിലടക്കം ഇത്തരത്തിലൊരു ആശങ്കയുണ്ടായിരുന്നു. ഈ UDF ക്യാമ്പൊക്കെ പലപ്പോഴും പറയാറുണ്ട്, ഈ PV അൻവർ ഒരു ഫാക്ടർ അല്ല ഈ തിരഞ്ഞെടുപ്പിൽ എന്ന് പറയുമ്പോഴും നമ്മൾ ആദ്യഘട്ടങ്ങളിലൊക്കെ കണ്ടതാണ് PV അൻവറിനെ കൂടെ കൂട്ടുവാനുള്ള ശ്രമങ്ങൾ, അത്തരം താല്പര്യങ്ങൾ UDF ഒരു ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതായത് അവർക്ക് മുന്നേ അറിയാം PV അൻവർ സ്വതന്ത്രനായി മത്സരിക്കുകയാണെങ്കിൽ അതിൽ അദ്ദേഹം പിടിക്കുന്ന വോട്ടുകളിൽ വലിയ ഒരു വിഭാഗം UDF നിന്ന് തന്നെയായിരിക്കും എന്നത് അവർക്ക് മുന്നേ അറിയാമായിരുന്നു. എന്നാൽ UDF ഭാഗമായി അദ്ദേഹത്തെ ചേർക്കാൻ വേണ്ടി സാധിച്ചില്ല. PV അൻവർ സ്വതന്ത്രനായി മത്സരിച്ചു. അതിനാൽ തന്നെ ഒരു 12,000 അല്ലെങ്കിൽ 15,000 മുകളിലേക്ക് വോട്ടുകൾ PV അൻവർ പിടിക്കുകയാണെങ്കിൽ അതിൽ ഭൂരിപക്ഷവും ഒരു പക്ഷേ UDF നിന്ന് തന്നെയാകും എന്ന ഒരു ആശങ്ക നിലവിൽ UDF ഉണ്ട്. അപ്പം മറ്റ് അടിയൊഴുക്കുകൾ അടക്കം ചിലപ്പോൾ ഉണ്ടായേക്കാം. ഇപ്പോൾ മനു സൂചിപ്പിച്ചപ്പോൾ തന്നെ ലീഗിൻ്റെ വോട്ടുകൾ അതിൽ വലിയ ചോർച്ചകൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം ഈ UDF ക്യാമ്പയിൻ്റെ ഭാഗമായി അവർക്ക് ഒരു തരത്തിലുള്ള രാഷ്ട്രീയങ്ങളോ ഒന്നും തന്നെ പറയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായില്ല. വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്കടക്കം കടന്നിട്ടുണ്ടായിരുന്നു. എം സ്വരാജിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വർഗീയപരമായ നിരവധി വിവാദങ്ങളിലേക്ക് എത്തിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള ആ ഒരു ബന്ധം ആദ്യഘട്ടങ്ങളിലൊക്കെ മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ സ്വീകരിച്ചൊരു നിലപാടുണ്ട്. അതായത് ജമാഅത്ത് ഇസ്ലാമി അത് ഒരു വർഗീയ സംഘടനയാണ് എന്ന ഒരു നിലപാടായിരുന്നു ആദ്യഘട്ടങ്ങളിലൊക്കെ അവരെടുത്ത്. എന്നാൽ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായതോടുകൂടി അവരെ കൂടെ കൂട്ടുന്നു. ജമാഅത്ത് ഇസ്ലാമി നിലപാട് മാറ്റിയിരിക്കുന്നു, അവർ വർഗീയ സംഘടനയല്ല എന്ന രീതിയിലേക്കായിരുന്നു പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ UDF അനുകൂലികൾക്കിടയിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിലേക്കാണ് എത്തിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ ഒരു പക്ഷേ വലിയൊരു വോട്ട് ചോർച്ച UDF ഉണ്ടായേക്കാം എന്ന ഒരു ആശങ്ക തന്നെയാണ് ഈ ഒരു വോട്ടെടുപ്പ് കഴിഞ്ഞതോടുകൂടി UDF ഉള്ളത്. ഇനി അതൊക്കെ റിസൾട്ട് വന്നാൽ മാത്രമേ എങ്ങനെയാണ് അതൊക്കെ പ്രതിഫലിച്ചതെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കൂ. പക്ഷേ അതേസമയം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ LDF ഭാഗത്ത് നിന്ന് അത്തരത്തിൽ നെഗറ്റീവായ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഇത്തരത്തിൽ വർഗീയ പരാമർശങ്ങൾ, വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ അവഗണിച്ചുകൊണ്ട് കൃത്യമായ രാഷ്ട്രീയങ്ങളും വികസനങ്ങളും മാത്രം പറഞ്ഞായിരുന്നു LDF ഈ തിരഞ്ഞെടുപ്പിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിനാൽ തന്നെ ഈ LDF എല്ലാ പരിപാടികളും അതിപ്പോൾ പൊതുയോഗങ്ങളിലാണെങ്കിലും സ്ഥാനാർത്ഥിയുടെ സ്വീകരണ കേന്ദ്രങ്ങളിലാണെങ്കിലും അടക്കം ജനങ്ങൾ അവിടേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നു. അത് LDF അനുകൂലികൾ ആണോ, അതോടൊപ്പം തന്നെ അവർക്ക് പുറമെ നിഷ്പക്ഷരായ നിരവധി പേരായിരുന്നു അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. എം സ്വരാജിനെ കാണുവാൻ വേണ്ടി, അദ്ദേഹത്തെ ഒന്ന് ചേർത്ത് നിർത്തുവാൻ വേണ്ടി, ആ രീതിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി മണ്ഡലത്തിൽ എം സ്വരാജിന് സാധിച്ചിട്ടുണ്ട്. ഒപ്പം ഏറ്റവും അവസാനം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പുതിയ വോട്ടർമാർക്കിടയിലും വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി എം സ്വരാജിനെ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇത്തരത്തിൽ വോട്ടായി വീണിട്ടുണ്ട് എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് LDF ഉള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ LDF ഒരു വിജയം തന്നെയാണ്
അവർ നിലവിൽ പ്രതീക്ഷിക്കുന്നത്. എന്ത് തന്നെയായാലും നമുക്ക് ആ റിസൾട്ട് വന്നാൽ മാത്രമേ അതിലേക്ക് കൂടുതലായി നമുക്ക് കാര്യങ്ങൾ ശരി, ഏതായാലും നമുക്ക് ആ വ്യക്തമാകുകയുള്ളൂ. റിസൾട്ടിന് വേണ്ടി അതോടൊപ്പം കാത്തിരിക്കാം തന്നെ അമൽ. NGK റിസൾട്ടിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുകയാണ്. നമുക്കിനി വരും ബുള്ളറ്റിനുകളിൽ നമുക്ക് അറിയേണ്ടത് ഈ കണക്കെടുപ്പുകളെ കുറിച്ചാണ്, പ്രതീക്ഷകളെ കുറിച്ചാണ്, ഒപ്പം തന്നെ അടിയൊഴുക്കുകളെ കുറിച്ചുള്ള ആശങ്കകളെ കുറിച്ചാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് അറിയേണ്ടതുണ്ട് അമൽ. നമുക്ക് കാത്തിരിക്കാം. ഏതായാലും അമൽനാഥാണ് ഇത്രയും ദിവസം നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്ത് ഈ വാർത്തകളുടെ ഭാഗമായി നിന്നുകൊണ്ട് അമൽ സംസാരിക്കുന്നത് നമ്മളോട്. ഏതായാലും മുന്നണികളുടെ പ്രതീക്ഷകൾ, ആശങ്കകളൊക്കെ പങ്കുവയ്ക്കുകയായിരുന്നു.